ഹായ്, നെക്സ്റ്റ് ടൈപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ്. ഈ മോഡ്യൂളിൽ ഈ ടൈപ്പിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സാധാരണ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് ചോദിക്കുന്നത് ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനല്ലെങ്കിൽ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് 7 മാർക്കിന്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രം എ ലാർജ് ബാച്ച് ഓഫ് ഐറ്റംസ് ഫ്രം എ പ്രൊഡക്ഷൻ ലൈൻ ഓഫ് 400 സാമ്പിൾസ് ഈച്ച് സൈസ് 5. അപ്പൊ ഈ 5 എന്താണ്? N ആണ്. ഈ 400 സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ N ആണ് ഈ 400. ക്യാപിറ്റൽ N ആണ് ഈ 400. N ആണ് ഈ 5. പിന്നെ എന്ത് പറയുന്നുണ്ട്? ആർ ടേക്കൺ ആൻഡ് ദ നമ്പർ ഓഫ് ഫാൾട്ടി ഐറ്റംസ് ഇൻ ഈച്ച് ബാച്ച് ഈസ് നോട്ടഡ്. ദി ഫോളോവിംഗ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ്. ഈ കിട്ടിയ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് കിട്ടിയത്. നമുക്കിവിടെ എന്ത് ചെയ്യണം? ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡാറ്റ. നമ്മൾ ഈ ഡാറ്റ വെച്ചിട്ട്, ഈ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്? എന്നും വേണം, പിയും വേണം. അതായത് N എന്താണ്? N നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അതിവിടെ 5 ഉണ്ട്. പക്ഷെ പി അറിഞ്ഞൂടാ. പി കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്താണുള്ളത്? നമുക്ക് ഈ ഒരു ചാർട്ട് അറിയാം. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഫാൾട്ടി ഐറ്റംസും നമ്പർ ഓഫ് സാമ്പിൾസും അറിയാം. അതായത് ഇത് എക്സിന്റെ, ഇത് എക്സ്, ഇത് എഫ്, എക്സ് എഫ്, എഫ് എന്താണ്? ഫ്രീക്വൻസി. ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടുന്ന് മീൻ കണ്ടുപിടിക്കാം. മീനിന്റെ ഫോർമുല എന്താണ്? മീൻ എന്ന് പറയുന്നത് ആവറേജ് സിഗ്മ എക്സ് എഫ് ബൈ സിഗ്മ എഫ്. ഇതാണ് ഫോർമുല. ഇത് പണ്ട് +2 പഠിച്ചതാണ്. ആവറേജ് മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് എഫ് ബൈ സിഗ്മ എഫ് ആണ്. സിഗ്മ എക്സ് എഫ് എന്ന് പറയുന്നത് എന്താണ്? എക്സും എഫും കൂടെ ഇൻറ്റു ചെയ്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 0 to 181. ഫസ്റ്റ് 0 to 181 പ്ലസ് അടുത്ത് എന്ത് വരും? 1 into 158. 1 into 158. അടുത്ത് എന്ത് വരും? 2 into 52. അടുത്ത് എന്താണ്? 3 into 8 പ്ലസ് 4 into 1 പ്ലസ് 5 into 0 ബൈ ഇതിപ്പോ എന്തായല്ലോ? സിഗ്മ എക്സ് എഫ് ആയതേ ഉള്ളൂ. എക്സും എഫും കൂടെ ഇൻറ്റു ചെയ്തിട്ട് എല്ലാം കൂടെ സം ചെയ്യുന്നതാണ് സിഗ്മ എക്സ് എഫ്. സിഗ്മ എക്സ് എഫ് ആയതേ ഉള്ളൂ. ഇനി എന്തും കൂടെ വേണം? ബൈ സിഗ്മ എഫ് ആണ്. ബൈ സിഗ്മ എഫ് എന്താണ്? എഫ് എല്ലാം കൂടെ സം ചെയ്യുന്നത്. എഫ് എല്ലാം കൂടെ സം ചെയ്യുന്നതാണ് ഈ കിട്ടിയ 400. ഇതെല്ലാം കൂടെ സം ചെയ്യും. 181 പ്ലസ് 158 പ്ലസ് 52 പ്ലസ് 8 പ്ലസ് 1 പ്ലസ് 0 ആണ്. അത് 400 ആണ്. അപ്പോൾ നമുക്ക് മീനിന്റെ വാല്യൂ കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 290 by 400 എന്നാണ് വരുന്നത്. അത് കാൽക്കുലേറ്റ് നോക്കുമ്പോഴത്തേക്ക് 0.73 എന്ന് കിട്ടി. ഇതെന്താണ്? നമുക്ക് കിട്ടിയത് മീനാണ്. നമുക്ക് വേണ്ടത് പിയും ക്യൂവും വേണം. നമുക്ക് N അറിയാം, N 5 ആണ്. പിയും ക്യൂ അറിയാം. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാൽ? ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു NP. മീൻ എന്ന് പറഞ്ഞാൽ 0.73 ആണ്. 0.73 ആണ്. Nന്റെ വാല്യൂ അറിയാം 5p. അപ്പം P കണ്ടുപിടിക്കാമല്ലോ. P എന്ത് വരും? 0.73 by 5. ഇതും ചെയ്ത് നോക്കുക. P എന്ന് പറയുന്നത് 0.15 എന്ന് കിട്ടും. P കിട്ടിക്കഴിഞ്ഞാൽ Q എന്താണ്? Q എന്ന് പറഞ്ഞാൽ 1 - P ആണ്. P കിട്ടിക്കഴിഞ്ഞാൽ Q എന്ന് പറഞ്ഞാൽ 1 - P ആണ്. അതായത് 1 - 0.15 ആണ്. അപ്പൊ 0.85 എന്ന് കിട്ടും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്കൊരു PDF സെറ്റ് ചെയ്യാം. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു x എന്ന് പറയുന്നത്, ദി PDF ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു x എന്ന് പറയുന്നത് NCX P റൈസ് ടു x Q റൈസ് ടു n മൈനസ് x. x ഈക്വൽ ടു 0 1 2 3 എക്സെപ്റ്റ് അപ് ടു n. ഇതാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF. ക്വസ്റ്റ്യൻ നോക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ സെറ്റ് ചെയ്യേണ്ടത് നോക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു x എന്ന് പറയുന്നത് PDF ഇതാണ്. നമുക്ക് N അറിയാം. N എത്രയാണ്? 5 ആണ്. N 5. ഇങ്ങനെ തന്നിട്ടില്ല എങ്കിലും N എങ്ങനെ കണ്ടുപിടിക്കും? 0 to 5 എന്നാണ് തന്നിട്ടുള്ളത്. x എന്ന് പറയുന്നത് x 0 to 5, 0 to n എന്നാണ് പറയുന്നത്. അപ്പൊ N 5 ആണ്. ക്വസ്റ്റ്യനിൽ N 5 തന്നിട്ടില്ല എങ്കിലും ഇങ്ങനെ ഒരു ചാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. x എങ്ങനെയാണ്? x ഈക്വൽ ടു 0 to n എന്നാണ്. x 0 to n എന്നാണ്. അപ്പൊ ഈ ചാർട്ട് അനുസരിച്ച് എക്സിന്റെ വാല്യൂ 0 to 5 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 5 അല്ലേ? അങ്ങനെ എടുക്കാം. അപ്പൊ N 5 ആണ്. 5CX
പി എന്ന് പറയുന്നത് 0.15 റൈസ് ടു എക്സ്. ക്യൂ എന്താണ്? 0.85 റൈസ് ടു n 5 5 മൈനസ് എക്സ്. എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര അപ് ടു n. നമ്മളൊരു PDF സെറ്റ് ചെയ്തു. ഇനി എന്താണ്? നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യണം. അതാണ് ഇതിന്റെ മെയിൻ അജണ്ട. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെ ഫോം ചെയ്യും? നല്ല എളുപ്പമാണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ വളരെ ലക്കാണെന്ന് വിചാരിച്ചോളുക. എന്ത് വരും? നമുക്ക് ഇത് വെച്ചിട്ട്, അതായത് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 0 to 5 അല്ലേ? 0, 1, 2, 3, 4, 5. എക്സിന്റെ വാല്യൂസ് 0, 1, 2, 3, 4, 5. എക്സിന് 0 to 5 വരെയാണ്. അപ്പൊ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഓഫ് എക്സ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇവിടെ എന്ത് വരും? ഇതിനകത്ത് ആദ്യം 0 കൊടുക്കും. അതായത് എന്ത് വരും? എക്സിന് 0 വരുമ്പോഴത്തേക്ക് 5C0, 0.15 റൈസ് ടു 0, 0.85 റൈസ് ടു 5. ഇതല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതായത് ഇതിനകത്ത് 0 കൊടുക്കുമ്പോഴത്തേക്ക് 5C0, 0.15 റൈസ് ടു 0, 0.85 റൈസ് ടു 5 മൈനസ് 0, അപ്പൊ 5 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂ അതേപോലെ എഴുതണം. 0.4437 എന്ന് എഴുതണം. അടുത്ത ഒരു കോളം കൂടെ വേണം. ഈ നമ്മൾക്ക് ടോട്ടൽ നമ്പർ n എത്രയാണ്? n 400 അല്ലേ? n 400 ആണ്. അപ്പൊ ആ n കൊണ്ട് ഇൻറ്റു ചെയ്യണം. n ഇൻറ്റു പി ഓഫ് എക്സ്. n ഇൻറ്റു പി ഓഫ് എക്സ്. അതായത് ഈ കിട്ടിയ ആൻസറിന് 400 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് എത്ര പേർക്കാണെന്ന് അറിയാം. 400 ഇൻറ്റു 0.4437 0.4437 ആ ചെയ്തൊന്ന് റൗണ്ട് ചെയ്ത് എഴുതുക. കിട്ടുന്നത് 177 എന്ന് കിട്ടും. ആ കിട്ടുന്ന നമ്പറിനെ റൗണ്ട് ചെയ്ത് എഴുതണം. 177 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? എക്സ് ഈക്വൽ ടു 0 വരുന്നത് ഈ 400 പേരിൽ 177 പേർക്കാണ്. അടുത്ത് എക്സ് ഈക്വൽ ടു 1 വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? എക്സ് ഈക്വൽ ടു 1 വരാനുള്ള പ്രോബിലിറ്റി ഇവിടെ 5C1 0.15 റൈസ് ടു 1, 0.85 റൈസ് ടു 5 മൈനസ് 1. 5C1 0.15 റൈസ് ടു 1, 0.85 റൈസ് ടു 5 മൈനസ് 1, അതായത് 4. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കിട്ടുന്ന പോയിന്റ് അതേപോലെ എഴുതുക. 0.3915. പിന്നെ അടുത്ത കോളം എന്താണ്? അത് കിട്ടിയ 400 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 400 ഇൻറ്റു 0.3915 കിട്ടിയ വാല്യൂവിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുക. അടുത്ത നമ്പറിലോട്ട് ഹൈസ്റ്റ് ആക്കി എഴുതുക. അപ്പം 157 എന്ന് കിട്ടും. അതായത് എക്സിന് 1 വരുന്നത് ഈ 400 പേരിൽ 157 പേർക്കുണ്ട്. ഇതേപോലെ ഈ കോളം ഇത് ഫില്ലപ്പ് ചെയ്യുക. അടുത്തെന്ത് വരും? 2 വരുന്നത് എന്താണ്? 5C2 0.15 സ്ക്വയർ 0.85 ക്യൂബ്. ഇതല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 0.1382. അടുത്തെന്ത് ചെയ്യും? 400 കൊണ്ട് ഇൻറ്റു ചെയ്യും. 400 നമ്മുടെ n ആണ്, കുറച്ച് തന്നിട്ടുണ്ട്. ആ 400 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പൊ എന്ത് വരും? 400 ഇൻറ്റു 0.1382 അപ്രോക്സിമേറ്റ് എഴുതുമ്പോഴത്തേക്ക് 55. അതായത് ഈ 400 പേരില് 55 പേർക്ക് എക്സിന്റെ വാല്യൂ 2 ആണ്. എക്സിന്റെ വാല്യൂ 2 ഉള്ള 55 പേരുണ്ട് ഈ 400 പേരിൽ. അടുത്ത് 5 ഈ 3ക്ക് എന്താണ്? 5C3 0.15 ക്യൂബ് 0.85 സ്ക്വയർ. കറക്റ്റ് ഇവിടെ ഈ വാല്യൂസ് കൊടുത്താൽ മതി. ഇവിടെ എക്സിന് ഈ പറയുന്ന വാല്യൂ എന്താണോ അതവിടെ കൊടുത്താൽ മതി. അപ്പൊ ഇതിന് കിട്ടുന്ന വാല്യൂ 0.0244 ആണ്. അടുത്ത് 400 കൊണ്ട് ഇൻറ്റു ചെയ്യും. 0.0244 ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് അതിന് അപ്രോക്സിമേറ്റ് എഴുതുമ്പോഴത്തേക്ക് 10 ആണ് കിട്ടുന്നത്. ഈ 400ൽ 10 പേർക്ക് എക്സിന്റെ വാല്യൂ 3 ആണ്. അങ്ങനെ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ്. അടുത്ത് 5C4 0.15 റൈസ് ടു 4 0.85 റൈസ് ടു 1 ചെയ്യുമ്പോഴത്തേക്ക് 0.0022 എന്ന് കിട്ടും. 400 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 400 ഇൻറ്റു 0.0022 ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്. 5C5 0.15 റൈസ് ടു 5 0.85 റൈസ് ടു 0 ചെയ്യുമ്പോഴത്തേക്ക് 0.0001 എന്നാണ്. 3 0യും പിന്നെ ഒരു 1 ആണ്. 400 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക്
0.0001 അപ്രോക്സിമേറ്റ് എഴുതുമ്പോഴത്തേക്ക് 0 ആണ് കിട്ടിയത്. ഒരെണ്ണം പോലും ഇല്ല. അപ്പൊ 5 പേരുള്ളത് ഒരാൾ പോലും ഇല്ല. ഇനി എന്താണ്, നമ്മൾ ഈ ചെയ്തത് ശരിയാണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 400 കിട്ടും. സിഗ്മ n ഇൻറ്റു പി ഓഫ് എക്സ്, സിഗ്മ n ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 400 കിട്ടും. കറക്റ്റ് ആണ്, നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ n ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 400 കിട്ടും. അതേപോലെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴേ സിഗ്മ പി ഓഫ് എക്സ് ടോട്ടൽ പ്രോബിലിറ്റി 1 അല്ലേ? സിഗ്മ പി ഓഫ് എക്സ് ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താണ്? ദി നമ്പർ ഓഫ് ആക്സിഡന്റ്സ് പെർ ഡേ വാസ് റെക്കോർഡഡ് ഇൻ എ ഡിസ്ട്രിക്ട് ഫോർ എ പീരീഡ് ഓഫ് 1500 ഡേയ്സ്. ഇതെന്താണ്? ക്യാപിറ്റൽ എൻ ആണ് ഇതെന്നുള്ളത്. ക്യാപിറ്റൽ എൻ ആണ്. 1500 ദിവസം ക്യാപിറ്റൽ എൻ ആണ്. ആൻഡ് ഫോളോവിംഗ് റിസൾട്ട് വേറെ ഒറ്റയുണ്ട്. ഈ കാണുന്ന ടേബിളാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ചെയ്യേണ്ടത്? കിട്ടിയ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ എന്താണ്? e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു പാരാമീറ്ററേ ഉള്ള ലാംഡയാണ്. ആ ലാംഡ കണ്ടുപിടിക്കണം. ആ ലാംഡ എങ്ങനെ കണ്ടുപിടിക്കും? തന്നിട്ടുള്ളത് ഈ ടേബിളാണ് തന്നിട്ടുള്ളത്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്. ഈ മീൻ കണ്ടുപിടിക്കാം. ഈ ടേബിളിൽ എന്ത് മീൻ കണ്ടുപിടിക്കാൻ പറ്റും? എന്താണ് മീൻ എന്ന് പറയുന്നത്? അപ്പൊ ഈ ക്വസ്റ്റിന് ആവശ്യമില്ലല്ലോ. മീൻ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ തന്നിരിക്കുകയാണെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഓഫ് ബൈ സിഗ്മ എഫ് ആണ്. പണ്ട് നമ്മൾ പ്ലസ് ടു പഠിച്ച ഫോർമുലയാണ്. മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഓഫ് ബൈ സിഗ്മ എഫ്. ഇത് എക്സിന്റെ വാല്യൂസ്, ഇത് കറസ്പോണ്ടിങ് എഫിന്റെ വാല്യൂസ്. ഇത് ഫ്രീക്വൻസി എക്സും എഫും. എന്താണ് സിഗ്മ എക്സ് എഫ് എന്ന് പറഞ്ഞാൽ? എക്സും എഫും കൂടെ ഇൻറ്റു ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് സിഗ്മ എക്സ് എഫ്. അപ്പൊ എന്ത് വരും? 0 × 342 0 × 342 പ്ലസ് 1 × 483 പ്ലസ് 2 × 388 പ്ലസ് 3 × 176 പ്ലസ് 4 × 11 അല്ലെ 111 പ്ലസ് 5 × 0 ബൈ എന്ത് ചെയ്തു? സിഗ്മ എക്സ് എഫ് എക്സും എഫും കൂടെ ഇൻറ്റു ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 0 × 1 × ഇങ്ങനെ എല്ലാം കൂടെ ആഡ് എല്ലാം കൂടെ എടുത്തു. അടുത്തെന്താണ്? സിഗ്മ എഫ്. എന്താണ് സിഗ്മ എഫ്? സമ്മേഷൻ ഓഫ് ദീസ് ടേബിൾ. എന്ത് വരും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന നമ്പറാണ് ഈ കിട്ടിയത് 1500. ഇത് മതി. എന്താണ്? എല്ലാം കൂടെ ആടി നോക്കുക, അത് തന്നെ കിട്ടും. ഇതെല്ലാം കൂടെ ആടി നോക്കി ഇത് തന്നെ കിട്ടും. ഇനി എന്താണ്? ഇത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.49 എന്നാണ്. 1.49 എന്ന് കിട്ടി. ഇത് മീനാണ്. എന്താണ് മീൻ എന്ന് പറഞ്ഞാൽ? ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ ലാംഡ തന്നെയാണ്. മീൻ ലാംഡയാണ്. ഈ ലാംഡ തന്നെയാണ് കിട്ടിയത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അല്ല, ബൈനോമിയൽ അല്ല, ഇത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ആയിരുന്നെങ്കിൽ നമുക്ക് എന്നും പിയും ഒക്കെ ആയിരുന്നു വേണ്ടത്. പി ക്യൂ അതൊക്കെയാണ് വേണ്ടായിരുന്നത്. ഇവിടെ എന്താണ്? ഒരു പാരാമീറ്ററേ ഉള്ളൂ, അത് ലാംഡയാണ്. ആ ലാംഡ എന്താണ്? മീനാണ്. മീൻ തന്നെയാണ് ഇപ്പോൾ കിട്ടിയത് 1.49. ഇനി നമുക്ക് PDF സെറ്റ് ചെയ്യാം. ഫോർ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ PDF ഈസ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാണ് e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. ഇതാണ്. എന്താണ് ലാംഡയുടെ വാല്യൂ? ലാംഡയുടെ വാല്യൂ 1.49 ആണ്. e റേസ് ടു മൈനസ് 1.49 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. അതായത് ഇതാണ് എന്റെ PDF. ഇത് എന്താണ്? ബൈനോമിയൽ അല്ല, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ PDF ആണ്. e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ലാംഡയുടെ വാല്യൂ എന്താണ്? 1.49. അപ്പൊ ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എത്ര വാല്യൂസ് ഉണ്ട്? എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 0 to 5 അല്ലേ? 0, 1, 2, 3, 4, 5. അടുത്ത എന്ത് വേണം? പി ഓഫ് എക്സ് വേണം. പി ഓഫ് എക്സ് എന്താണ്? ആദ്യം എക്സിന് 0 വരുമ്പോൾ എന്ത് വരും? e റേസ് ടു മൈനസ് 1.49 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. എന്താണ് 0 ഫാക്ടോറിയൽ? 0 ഫാക്ടോറിയൽ 1 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 0.23 എന്ന് കിട്ടും. 0.23. അടുത്ത കോളം എന്താണ്?
നമ്മൾ അതിനെ 1500 കൊണ്ട് ഗുണിക്കണം. 1500 ഇൻറ്റു പി ഓഫ് എക്സ്, അതായത് 1500 ഇൻറ്റു 0.23 ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് അടുത്ത നമ്പറിലോട്ട് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 345. അപ്പൊ മൊത്തം 1500 ദിവസം നോക്കുമ്പോഴത്തേക്ക് 345 ദിവസം ഒരു ആക്സിഡന്റും ഇല്ല. സീറോ ആക്സിഡൻസ്. അടുത്തെന്താണ്? ഒരു ആക്സിഡന്റ് വരാനുള്ള പ്രോബിലിറ്റി. ഒരു ആക്സിഡന്റ് വരാനുള്ള എന്താണ്? e raised to minus 1.49 raised to 1 by 1 factorial. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 0.34. ഇപ്പൊ കിട്ടിയ വാല്യൂ 0.34 ആണ്. ഇനി എന്ത് ചെയ്യണം? 1500 ഇൻറ്റു ഈ 0.34 ചെയ്ത് നോക്കും. ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് 510 എന്ന് കിട്ടും. അടുത്തത് എക്സിന് 2 വരിക എന്ന് പറഞ്ഞാൽ e raised to minus 1.49 raised to 2 by 2 factorial. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ഈ ടേബിൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യും. അവിടെ കിട്ടുന്നത് 0.25 എന്നാണ്. അടുത്തെന്ത് ചെയ്യും? 1500 ഇൻറ്റു 0.25. അതിനൊന്ന് റൗണ്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് 375. അപ്പൊ അടുത്ത എന്താണ്? 3 വരുന്നത്. അങ്ങനെ ഇതെല്ലാം ചെയ്ത് വരിക. 3 വരുമ്പോ ഇവിടെ വരുന്നത് e raised to minus 1.49 ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ആണ്. അടുത്ത 4 വരുമ്പോ e raised to minus 1.49 raised to 4 by 4 ഫാക്ടോറിയൽ. അടുത്ത 5 വരുമ്പോഴോ e raised to minus 1.49 raised to 5 by 5 ഫാക്ടോറിയൽ. എന്താണ് ഇതിന്റെ വാല്യൂസ്? കാൽക്കുലേറ്റ് നോക്കി എഴുതുക. 0.12. അടുത്തത് 0.05, 0.01, ആദ്യത്തത് 0.23, 0.34, 0.25, 0.12, 0.05, 0.01 എല്ലായി. ഇനി അടുത്തെന്താണ്? ഈ 1500 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1500 ഇൻറ്റു 0.12 എന്ന് പറയുന്നത് റൗണ്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് 180 കിട്ടും. അടുത്തത് 1500 ഇൻറ്റു 0.12 വരുമ്പോഴത്തേക്ക് 75. അടുത്ത് 1500 ഇൻറ്റു ഈ 0.01 നോക്കുമ്പോഴത്തേക്ക് 50. നമ്മൾ ടേബിൾ കഴിക്കും. ഇനി എന്താണ്? ഇത് ശരിയാണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 1500 കിട്ടും. അതായത് സിഗ്മ 1500 ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ശരിയാണെങ്കിൽ നമുക്ക് 1500 കിട്ടും. ഇതെന്താണ്? സിഗ്മ എൻ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. എൻ ഇൻറ്റു പി ഓഫ് എക്സ്. എൻ ആണ് ഈ 1500. എൻ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? സിഗ്മ എൻ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1500 കിട്ടുകയാണെങ്കിൽ ഇത് ശരിയാണ്. ഈ കിട്ടിയ ടേബിൾ ശരിയാണ്. അതേപോലെ ഈ ടേബിൾ ശരിയാണെങ്കിൽ സിഗ്മ പി ഓഫ് എക്സ് ടോട്ടൽ പ്രോബിലിറ്റി എന്തായിരിക്കണം? അത് 1 ആയിരിക്കണം. എന്നാൽ ഈ കിട്ടിയത് ശരിയാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലക്കാണെന്ന് വിചാരിക്കാം. ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.